അവസാനം വരെ ഒരു സംശയവും വേണ്ട. ഇനി വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ പുറപ്പെടേണ്ട. ഉറപ്പായ നിലപാട് ഞാൻ പറഞ്ഞു. പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഈ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. ഞാനാണല്ലോ പറയുന്നത്. അല്ല, അതാ ഞാൻ പറയുന്നത്. ഞാനല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പൂർണ്ണമായ അർത്ഥത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെല്ലാം നിലപാടും നടപടിയും സ്വീകരിക്കുന്നു അതിനോടെല്ലാം പൂർണ്ണമായ പിന്തുണ. എം.വി. ഗോവിന്ദ മാഷിന് ഈ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞതല്ല എന്ന് അദ്ദേഹം പറയുമെന്നാണ് എൻ്റെ സംശയം എന്ന് പറയുന്നത്. കാരണം അത്തരത്തിലാണല്ലോ ഓരോ തരത്തിലും മാധ്യമങ്ങളോട് വന്ന് പ്രതികരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നവീൻ ബാബു അദ്ദേഹത്തിന്റെ കുടുംബത്തെ, മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നല്ലേ പറ്റൂ, എല്ലാവരെയും കാണിച്ചല്ലേ പറ്റൂ കൃത്യമായിട്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഉണ്ട് കൃത്യമായിട്ട്. അത് ഞാൻ കൃത്യമായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പറയുന്ന വല്ല രീതിക്ക് വളച്ചൊടിക്കുമെന്ന് വേണ്ട. ഞങ്ങൾ രണ്ട് പക്ഷത്തല്ല, രണ്ട് തട്ടിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്, മറ്റാരുടെ കൂടെ അല്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള അന്വേഷണങ്ങൾക്കും സഹകരണം ഉണ്ടാകും എന്നർത്ഥത്തിൽ തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്. ഈ അദ്ദേഹമാണ് പിന്നീട് പി ദിവ്യ കീഴടങ്ങലുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് പറയുന്നത്. പി ദിവ്യ കീഴടങ്ങണമെന്നും ഞാൻ പറയുന്നില്ല, പി ദിവ്യ കീഴടങ്ങണ്ട എന്നും പറയുന്നില്ല. അത് അവരുടെ ചോയ്സ് അല്ലേ, അവരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും ഇല്ലേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ടി ഡയലോഗ് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മാറിക്കളിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഏകദേശം അരിയാഹാരം തിന്നുന്ന ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൽ നിന്ന് എന്താണ് വെളിവാകുന്നത് എന്നുള്ള കാര്യമൊക്കെ. പിന്നീട് ഈ പറയുന്ന കണക്ക് ഇപ്പം അദ്ദേഹത്തിന്റെ പുതിയ പ്രതികരണം, അതാണ് എനിക്ക് ഏറെ സന്തോഷമുളവാക്കി എന്ന് പറയുന്നത്. അതായത് ആ കുടുംബം 1.5 മാസത്തോളമായി അദ്ദേഹം മരണപ്പെട്ടിട്ട്, പക്ഷെ നമ്മുടെ പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും ഈ പറയുന്ന മനസ്സിലായതുകൊണ്ട് തന്നെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ CBI അന്വേഷണം വരണമെന്ന്. ആ സമയത്ത് എന്തിനാണ് എം.വി. ഗോവിന്ദൻ, കാരണം അങ്ങനെ ഒരു ഹർജി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഹൈക്കോടതി സർക്കാരിനോടും CBIയോടും അന്വേഷണം അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് തിരക്കും. ആ തിരക്കിയ സമയത്ത് ഇതുമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. തിരക്കിയപ്പോൾ സർക്കാരിന്റെ മറുപടി എന്താണോ അത് തന്നെ ആയിരിക്കുമല്ലോ എം.വി. ഗോവിന്ദന്റെ വായിൽ നിന്ന് വീണിരിക്കുന്നത്. അതായത് അതിന്റെ ഒന്നും ആവശ്യമില്ല. CBI എന്ന് പറയുന്നത് കൂട്ടിലടച്ച തത്തയാണ്. ഒന്നിന്റെ അവസാന വാക്കല്ലല്ലോ CBI എന്ന് പറയുന്നത്. CBI അന്വേഷണം എന്തിനാണ്? ഇവിടുത്തെ പോലീസ് അന്വേഷണം നേരെ വഴിയാമുറയ്ക്കാണ് നടക്കുന്നത്. ശരിയാണ്, ഈ മുറയ്ക്ക് നടന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ അവർക്ക് തെറ്റായിട്ടുള്ള തെളിവുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പി ദിവ്യയെ പരിരക്ഷിച്ചുകൊണ്ട് ഈ തത്തേനെ തുറന്നു വിട്ടിട്ട്, CBI എന്ന് പറയുന്ന തത്തേനെ തുറന്നു വിട്ടിട്ട് ആ തത്ത ഇരുന്ന കൂട്ടിൽ കൃത്യമായിട്ട് പി ദിവ്യയെ കയറ്റി എടുത്തിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു കാഞ്ചന കൂട് നിർമ്മിച്ച് നൽകണം. ഇതാണല്ലോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനുള്ള പരിപാടികളാണല്ലോ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ CBI അന്വേഷണം ആ കുടുംബത്തിനൊപ്പമാണ് നിന്നേന്ന് പറയുന്ന ആ വാക്കിൽ എന്തെങ്കിലും ലവലേശം ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബം 1.5 മാസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക വ്യതയുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വലിയൊരു സ്വത്താണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ഈ കോടാനുകോടി മലയാളികൾ മൊത്തം ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ്? ഏതൊരു മലയാളിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വെറും ഒരു CCTV ക്ലിപ്പ് പോലും നേരെ ചൊവ്വെ കണ്ടെടുക്കാനോ വീണ്ടെടുക്കാനോ ശ്രമിക്കാത്ത പോലീസ് അന്വേഷണം നേരാൻ വഴിക്കാൻ നടക്കുന്നതെന്ന് പറയുന്ന എം.വി. ഗോവിന്ദന്റെ ഒരു മറുപടി ഉണ്ടല്ലോ, അത് കേൾക്കുന്ന സമയത്താണ് പുച്ഛം തോന്നി പോകുന്നതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു CCTV ക്യാമറയുടെ ക്ലിപ്പോ അല്ലെങ്കിൽ ഫോട്ടേജസോ എടുക്കാൻ എത്ര സമയം ഒരു പോലീസിന് വേണ്ടി വരും? 1.5 മാസം ഇതിന്റെ കേസ് അന്വേഷണം നടക്കുന്നു. എന്ത് പുരോഗമനമാണ് സംഭവിച്ചത്? എന്ത് പുരോഗതിയാണ് സംഭവിച്ചത്? പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയുടെ 2 ഒപ്പ് ഏറ്റവും ക്രിമിനൽ ഒഫൻസ് ആണതെന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഔദ്യോഗിക രേഖകളിൽ 2 ഒപ്പ് ഇടുക എന്ന് പറയുന്നത് തന്നെ ക്രിമിനൽ ഒഫൻസ് ആണ്. എന്നിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് പ്രശാന്തന്റെ പിന്നിൽ ഒരു പോലീസും പോകുന്നില്ല, ഒരു കേസും ആവുന്നില്ല, ഒന്നും ആവുന്നില്ല. ഇതിനപ്പുറത്തേക്ക് വെറും ഒരു താൽക്കാലിക ഉദ്യോഗസ്ഥൻ മാത്രമായിട്ടുള്ള അയാൾക്ക് ഇത്രയും കോടി രൂപ കൊടുത്തൊരു പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ പറയുന്ന പൈസ കിട്ടിയിട്ടുള്ളത്? ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പണത്തിന്റെ സോഴ്സ്, അതിനെക്കുറിച്ചും ഒരു പോലീസിനും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇനി ഈ തരത്തിലേക്ക് ചെല്ലുന്നത് അതിലും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ കുടുംബം എത്തുന്നതിന് മുന്നേ ഇതിന്റെ എൻക്വയറി അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടി മൊത്തം നടപ്പിലാക്കിയിട്ട് അവരവർ ഇഷ്ടപ്രകാരം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്? ഏത് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണോ ഈ പറയുന്നതെന്ന് പറയുന്നത്? ഇവരുടെയൊക്കെ ആൾക്കാരുടെ രീതിയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം അവർക്കൊക്കെ എന്തൊക്കെ മാറ്റാൻ പറ്റുമോ, മറയ്ക്കാൻ പറ്റുമോ, എന്തൊക്കെ ഇതിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുമോ, എത്ര കഥകൾ കെട്ടിച്ചമയ്ക്കാൻ പറ്റുമോ, അതൊക്കെ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്തുകൊണ്ട് അവർ കറക്റ്റായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇനി ആ പരിസരത്തെ കൃത്യമായിട്ട്
ഇത്രയും സമയം മതിയായിരിക്കുമല്ലോ CCTV ക്യാമറ ഫുള്ള് എല്ലാം ഫോട്ടോജസും ഡിലീറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളും ഇത്രയും സമയം തന്നെ ധാരാളമല്ലേ. ഇനി എന്ത് നടപ്പിലാക്കാനാ? എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. ഒരു 6 വർഷം കഴിഞ്ഞിട്ട് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മുറവിളി കൂട്ടാൻ വേണ്ടിയിട്ടോ അപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ വേറൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഭരണകൂടം വരുന്ന സമയത്ത് അതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്, അന്ന് സപ്പോർട്ടുമായിട്ട് വരാനോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരയുടെ കൂടെയാണെന്ന് പറയാം, എന്നാൽ പ്രതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു ഇനി എന്തോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ ആത്മഹത്യ ചെയ്ത ആ പ്രേരണ കുറ്റം എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു ഒഫൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വിജിലൻസിനെയാണ് അറിയിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു കേസ് അല്ലെങ്കിൽ അത് അന്വേഷണം പോകേണ്ടത്. അതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തുനിന്ന് അവസാനമായി പോകാൻ പോകുന്ന ഒരു യാത്ര അയപ്പ് ഒരു പരിപാടിയിൽ അതിൽ വിളിക്കപ്പെടാതെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ചെന്ന്, അതും വെറും ചെന്നോട്ടെ, അതും പോട്ടെ എന്നിരിക്കട്ടെ, ആടടച്ചിട്ട റൂമിൽ ഇത്തരത്തിൽ ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞോട്ടെ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അതൊരു ചാനലുകാരനെ കൃത്യമായി വിളിച്ച് അതിനകത്ത് കൊണ്ട് നിർത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് കൃത്യമായി എടുപ്പിച്ച് എല്ലാ ചാനലിലേക്കും അത് വിടുക ചെയ്യാന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രേരണ കുറ്റമല്ലേ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇത്തരത്തിലേക്ക് നയിച്ചതിൽ ഇതിൽ വലിയ തെളിവ് എന്താണ് വേണ്ടുള്ളത്? അപ്പം ഇത്രയും വലിയ ഇന്റൻഷനോടെ ചെയ്തൊരു കാര്യത്തിന് ഈ ഒറ്റ കാര്യം മതി. എന്നിട്ട് പോലും ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകി ഈ പറഞ്ഞ പ്രതിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടുന്ന നീതി ഒന്ന്, എന്നാൽ ഈ പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കിട്ടുന്ന നീതി ഒന്ന്. അതാണ് സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ പത്തനംതിട്ടയിലെ ഈ പറയുന്ന പാർട്ടി ആൾക്കാരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് കൂടുതലായിട്ട് പറയുന്നത് സമരസത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില അനുനയങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സമരഞ്ജന ചർച്ചകൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ ചെയ്തത്. ഇത് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ പല വെള്ളത്തിൽ ചവിട്ടുന്ന പരിപാടി, ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കായലിന്റെ നടുക്കെത്തുന്ന സമയത്ത് തലയും കുത്തി താഴെ അവിടെ കുമ്പിട്ട് കിടക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം പറയുന്ന സമയത്ത് ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതാണ് വാക്കെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് തോന്നും വിധത്തിൽ ഒരേ കാര്യത്തിനെ തന്നെ പലതവണ വാക്കുകൾ മാറ്റി പറയുന്ന ആൾക്കാരെയൊക്കെ എന്താ പറയേണ്ടുള്ളൂ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് മരിച്ചത്, അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്, ഇതുപോലെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് വല്ലതാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമോ ഈ രീതിക്കാര്യത്തിൽ അന്വേഷണം പോകുന്നത്? ഇതിലും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അന്വേഷണം പോകും. ഇനി എത്ര കൊമ്പത്ത് നിൽക്കുന്ന പാർട്ടി നേതാക്കളായാലും അവർ യാതൊരു തരത്തിലുള്ള അനുകമ്പയോ ഒന്നും കാണിക്കില്ല. സ്വാഭാവികമായിട്ടും CBI വരണമെങ്കിൽ CBI വരണമെന്ന് തന്നെ അന്ന് വാദിക്കും അവരുടെ കേസുകളിൽ, അവർക്ക് പ്രശ്നമുള്ള കേസുകളിൽ. എന്നാൽ അവർക്കെതിരായി വരുന്ന കേസുകളിൽ കൃത്യമായിട്ട് നോ ഈ പറയുന്ന CBI കൊണ്ട് ഒന്നും പറ്റില്ല, അവർ കൂട്ടിലടച്ച കിളിയാണ്. എന്താണ് കൂട്ടിലടച്ച കിളി എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഇതിനകത്ത് ഇപ്പം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. ഇതിനകത്ത് വാദിയും പ്രതിയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. രണ്ടും ഒരേ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പാർട്ടിക്ക് പ്രധാനപ്പെട്ട 2 വ്യക്തികൾ തന്നെയാണ്. അതിൽ മുൻഗണന പിൻഗണന എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. അപ്പൊ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടിലടച്ച കിളിയായിട്ട് CBIനെ അവിടെ സാദൃശ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഇവിടെ എന്ന് പറയുന്നത്. ഇവിടെ CBIയെ പ്രതിരോധിക്കേണ്ട ഒരു കാര്യമില്ല. ADMന്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് ആശ്വാസം കിട്ടുന്നത് അത്തരത്തിലുള്ള അന്വേഷണത്തിലാണെന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തിന് സ്വീകരിക്കുകയല്ലേ ചെയ്യുള്ളത്. അതിലപ്പുറത്തേക്ക് ആ അന്വേഷണത്തിന് ഇനിയിപ്പോൾ ആര് CBI അന്വേഷണത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പ്രതിയെ കണ്ടെത്തും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ പ്രതിയാവുന്നതിലോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുന്നതിലോ ഈ പറയുന്ന പാർട്ടിക്ക് എന്താണ് കുഴപ്പം എന്ന് പറയുന്നത്? പാർട്ടി പറയുന്നത് ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരെ അവരെ ശിക്ഷിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ എന്താണ് ഇതിലൂടെ മനസ്സിലാവുന്നതെന്ന് പറയുന്നത്? കൃത്യമായിട്ട് ഈ പറഞ്ഞ പറയാതെ പറയുവാണ്, ഞങ്ങൾ ദിവ്യയോടൊപ്പമാണ്, ഞങ്ങൾക്ക് വേണ്ടത് ദിവ്യയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നട്ടല്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടുള്ള സുപ്രധാന വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന PP ദിവ്യയാണ്. PP ദിവ്യയെ രക്ഷിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതങ്ങ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് മന്ദബുദ്ധികളാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് ആദ്യമേ ചെയ്യേണ്ട കാര്യമായിരുന്നു. കാരണം ഗവർണർ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാർട്ടിപരമായിട്ടുള്ള ഈ വിയോജിപ്പുകൾ കൊണ്ടാവാം കൂടുതൽ അതിൽ ഇടപെട്ടത്. അതുമായി ബന്ധപ്പെട്ട് എന്തോ ആവട്ടെ, അതെന്ത് ചർച്ചയിലേക്ക് പോയാലും അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അവർ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ ഹെൽപ്പുകൾ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പം യാതൊരു ഹെൽപ്പും വേണ്ട, ഇതുപോലെ ഈ ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടെന്ന് ആദ്യ നാളുകൾ ഈ പറയുന്ന ADMന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റി കൃത്യമായിട്ട്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. സ്വാഭാവികമായിട്ടും അവർ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് കോടതി തന്നെ ഇതിലൊരു തീരുമാനം എടുക്കുമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും CBI അല്ല ഇനി എന്ത് തന്നെ വന്നിട്ടായാലും ഈ കേസിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കേണ്ട കാര്യമുണ്ട്. കാരണം പോലീസിനെ കൊണ്ട് യാതൊരു ചുക്കും ചുണ്ണാമ്പും
പാമ്പ് ഇവിടെ നടക്കാൻ പോകില്ല. ഈ 1.5 മാസം കൊണ്ട് എത്രയോ തെളിവുകൾ ശേഖരിക്കാൻ പറ്റും. അതിലപ്പുറത്തേക്ക് ഉള്ള തെളിവുകളെ അവർ വേറൊരു തരത്തിലേക്ക് വഴിതിരിച്ച് വിടുകയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം PP ദിവ്യ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അവർ തലേ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി ഈ പറഞ്ഞ ചികിത്സിച്ച വ്യക്തിയാണ്. ആ ഹോസ്പിറ്റലുകാർ മറച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ടും പോലീസിന്റെ കണ്ണിപ്പെട്ടില്ല. അവർ സ്വമേധയാ കീഴടങ്ങുകയാണ് ചെയ്തത്. ഇതിലൊക്കെയുള്ള നാടകീയ മുഹൂർത്തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തൊക്കെയോ ഇതിലപ്പുറത്തേക്ക് ഈ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായിട്ട് കൊന്നു കെട്ടി തൂക്കിയതാണോ എന്നുള്ള സംശയം കൃത്യമായിട്ട് ഓരോ ആൾക്കാരിലേക്കും ഈ വിത്ത് മുളപ്പിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ ആരൊക്കെയോ വലിയ വലിയ വമ്പൻ സ്രാവുകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പണത്തിന്റെ സോഴ്സ് എവിടെ, പ്രശാന്തൻ ഇതിൽ ആരാണ്, ഇതിന്റെ ബിനാമി ആരാണ്, കൃത്യമായിട്ട് ആരൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയത്. നവീൻ ബാബുവിന്റെ ഫോൺ ലിസ്റ്റുകൾ അല്ലെങ്കിൽ കോളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കേസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പറയുന്ന ഒബ്ജക്ഷൻ പറഞ്ഞു വിട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി വരികയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പൻ സ്രാവുകൾ കൃത്യമായിട്ട് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആരെങ്കിലുമൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഈ നിയമത്തിന് മുന്നിൽ വരും, ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയെ അപമാനിച്ചു എന്ന പേരിൽ സജി ചെറിയാനെതിരെ ഒരു കോടതിയുടെ ഒരു അലക്ഷ്യ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിന് കേസ് അന്വേഷണം വേണമെന്ന്. എന്തേ ഇപ്പം അതിൻ്റെ വാർത്ത വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇതുവരെ സർക്കാർ നിയമിക്കുന്നില്ല? അപ്പോൾ ഇത്രയേ ഉള്ളൂ. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക, തങ്ങൾക്ക് ഈ പറയുന്ന എതിരായി വരുന്ന കാര്യങ്ങളെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കേണ്ടത് പാർട്ടി ഭ്രാന്ത് വെച്ചിട്ടല്ല. നമുക്ക് ഓരോ ആൾക്കാർക്കും പാർട്ടിയുണ്ട്, എല്ലാവരും ഓരോ പാർട്ടിയിൽ വിശ്വസിക്കുന്നതാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പാർട്ടിക്കാർ രാഷ്ട്രീയ പ്രവർത്തകരും ഇരിക്കുന്നത് പൊതുസേവനത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധാരണ ഇത്രയും സ്ഥാനത്തിരുന്ന ADM പോലുള്ള ഒരാൾക്ക് മരണം സംഭവിച്ച് ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഇനി ഏത് പാർട്ടിയിലെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തർക്കും എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെയാണ് ഇത്തരത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ അപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് സംരക്ഷിത വലയം ഉണ്ടാക്കുക, മറ്റുള്ളത് ആരായാലും എന്തായാലും എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് ഇവിടെ കൈക്കൊള്ളുന്നതെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അത്രയും തൻ്റെ ഇടത്തോടെ ആദ്യം തൊട്ടേ പറയണം, PP ദിവ്യയെ ഞങ്ങൾക്ക് വിട്ടുതരാൻ പറ്റില്ല, ഇവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് PP ദിവ്യയ്ക്ക് ഞങ്ങൾക്ക് സംരക്ഷണം കൊടുത്തേ പറ്റും. അപ്പോൾ എന്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം, ഒരു മാജിക്, അത് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. ഇതിൽ അപ്പുറത്തേക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നും തന്നെയില്ല. പക്ഷെ പല സമയത്ത് പലതും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നേതാക്കളെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് പലതവണ ആലോചിക്കേണ്ടതാണ്.